ലിവറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ലിവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കെല്ലാം അറിയാം, ലിവർ ഒരു ഈ ഷേപ്പിലായിരിക്കും. ലിവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഓർഗനാണ്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ ഫങ്ഷൻസ് ഉള്ള ഒരു ഓർഗനാണ്. നമ്മൾ ചെറുതായിട്ട് കണ്ടാലും ഇത്രയും ഫങ്ഷനുള്ള ഒരു ഓർഗൻ വേറെ ഇല്ല. കാരണം എല്ലാ ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളുമായിട്ട് ലിവറിന് കണക്ഷൻ ഉണ്ട്. അപ്പം ലിവറിൻ്റെ ഫെയിലിയർ, അതായത് ലിവർ ഫെയിലിയർ എന്ന് പറയുന്നത് അത് എന്താണ് എന്ന് വെച്ചാൽ അത് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പരിപാടി നിർത്തി. അതാണ് ലിവർ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളർച്ചയുള്ളൊരു ഓർഗനും കൂടിയാണ്. കാരണം എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ വളർന്ന് പിക്കപ്പ് ആകാൻ ശേഷിയുള്ളൊരു ഓർഗനാണ്. അപ്പം ഇതിൻ്റെ ഇൻഫെക്ഷൻ ഓർ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതാണ് ലിവറിന്. ഇൻഫെക്ഷൻ ഓർ ഇൻഫ്ലമേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ചുമ്മാ ഒരെണ്ണം ഉണ്ടാകുന്നതല്ല. ഇതിനെ ലിവർ ഫെയിലിയർ ക്രോണിക് ആണ്. ക്രോണിക് ആൻഡ് പ്രോഗ്രസീവ്, അതായത് കുറെ നാളുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അത് പുറകോട്ട് പോകുന്നില്ല, പ്രോഗ്രസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പ്രോഗ്രസീവ്, ഡീജനറേഷൻ ഓർ ഡിസ്ട്രക്റ്റീവ് ചേഞ്ച് ആണ്. എവിടെയാണ് സംഭവിക്കുന്നത്? ലിവർ സെല്ലുകൾക്ക്. അതായത് ഹെപ്പാറ്റോസൈറ്റിൻ. ഹെപ്പാറ്റോസൈറ്റിന് സംഭവിക്കുന്ന ക്രോണിക് ആൻഡ് പ്രോഗ്രസീവ് ആയ ഡീജനറേഷൻ ഓർ ഡിസ്ട്രക്റ്റീവ് ചേഞ്ചസിനാണ് ഇത് പറയുന്നത്. അപ്പൊ ഒരു പ്രാവശ്യം ഉണ്ടാകുമോ? ഇല്ല, റിപ്പീറ്റഡ് അറ്റാക്ക്, റിപ്പീറ്റഡ് ഡിസ്ട്രക്ഷൻ. അതായത് വീണ്ടും ഉണ്ടാവും അസുഖം. അപ്പം ഇത് റിപ്പീറ്റഡ് ഡിസ്ട്രക്ഷൻ ഉണ്ടാകുമ്പോൾ ഈ ലിവറിനുള്ളിലെ ആന്റിബഡി റിയാക്ഷൻ നടക്കും. എന്നിട്ട് ലിവർ സെല്ല് ഫൈബ്രസ് ടിഷ്യൂവിനെ ഫോം ചെയ്യും. ഈ ഫൈബ്രസ് ടിഷ്യൂവിനെ ഫോം ചെയ്ത് സ്കാർ ഫോർമേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് സ്കാർ ഫോർമേഷൻ ഉണ്ടാവും. ഈ സ്കാർ ഫോർമേഷൻ ഉണ്ടാകും. ലിവറിന്റെ ഫങ്ഷൻസുകളും കാര്യങ്ങളൊക്കെ കുറച്ച് കുറയും. അതാണ് ബിലിറൂബിനൊക്കെ, ലിവറിന് എന്ത് പറ്റിയാലും ബിലിറൂബിനൊക്കെ പുറത്തു വരുന്നത്. കാരണം ജോണ്ടിസ് ഉണ്ടാവും. കാരണം ബിലിറൂബിനെ ഫിൽറ്റർ ചെയ്യാനുള്ള ലിവറിന്റെ ശേഷി കുറഞ്ഞു. പക്ഷെ ഇങ്ങനെ സ്കാർ ഫോർമേഷൻ ഉണ്ടാവും. സ്കാർ ഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് പതിയെ അസുഖം കുറഞ്ഞാണ് വരുന്നതെങ്കിൽ ഓക്കെ. പക്ഷെ ആ സമയത്ത് നമ്മൾ വീണ്ടും ഒരു അസുഖം കൂടിയാണ് കൊടുത്താലോ? നമ്മളല്ല വീണ്ടും ആൽക്കഹോൾ യൂസ് ചെയ്താലോ? ആൽക്കഹോൾ വീണ്ടും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ലിവറിന് എന്താ പറ്റുന്നത് എന്ന് വെച്ചാൽ, ലിവറിന് ഈ ഇതിൽ നിന്ന് റിക്കവറി ആകുന്നതിന് മുമ്പ് അടുത്ത അസുഖമാണ്. വീണ്ടും റിപ്പീറ്റ് ആകും, പ്രോഗ്രസ് ആകും, മുന്നോട്ടാകും. അപ്പൊ എന്ത് പറ്റും? ഇങ്ങനെ ഉണ്ടായിട്ട് ഇതിന് ക്യൂർ ആകാൻ പറ്റത്തില്ല. ഇത് വീണ്ടും സ്കാർ ഫോർമേഷനും ഫൈബ്രസ് ടിഷ്യൂവും ഫോം ചെയ്ത് ഈ ലിവർ ഫെയിലിയർ ആവും. ഇതാണ് ലിവർ ഫെയിലിയർ. മനസ്സിലായോ? ഇനി ലിവർ ഫെയിലിയറിന് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ലിവർ ഫെയിലിയറിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ആൽക്കഹോളാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഈ അസുഖങ്ങളൊക്കെ ലിവറിനെ ബാധിക്കുന്ന. മനസ്സിലായോ? അപ്പം ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് പ്രോഗ്രസ് ആയിട്ട് പോവാണെങ്കിൽ ലിവറിന് ഉണ്ടാവും. പിന്നെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ആസിഡ്, ഇത് ആൽക്കഹോൾ കൊണ്ട് ഉണ്ടാകുന്നതല്ല. ലിവറിൽ ഫാറ്റ് കണ്ടന്റിന്റെ കൊളസ്ട്രോളിന്റെ അളവ് ഇപ്പം ഒരു 100ൽ താഴെയാണ്.
ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഒരു 100 താഴെയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇതൊരു 150-200 ആണെങ്കിൽ 150 തൊട്ട് 200 വരെ ആണെങ്കിൽ പ്രശ്നമാണ്. കാരണം ലിപ്പിഡിമിയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലിപ്പിഡിന്റെ അളവ് ബോഡിയിൽ കൂടി അത് ലിവർ സെല്ലിൽ ഡിപ്പോസിറ്റഡ് ആയി ലിവറിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് വരും. അപ്പം ഇത് ഒരു മെയിൻ പ്രശ്നമാണ്. ഇത് സെഡന്ററി ലൈഫ് സ്റ്റൈൽ ഉള്ളവർക്കും എക്സസൈസ് ഇല്ലാത്തവർക്കും ഉണ്ടാകുന്ന ഒരു രോഗമാണ്. അതുകൂടാതെ ഈ പുറത്തുനിന്നൊക്കെ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ഈ ഡാൽഡ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ആസിഡ്. പക്ഷെ ഓവറായിട്ട് കൊളസ്ട്രോൾ, ആവശ്യമില്ലാത്ത കൊളസ്ട്രോൾ ഒരുപാട് ഈ കപ്പയും ഇറച്ചിയൊക്കെ ഒഴിച്ച് ഒരുപാട് കഴിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന മെയിൻ അസുഖമാണ്. പിന്നെ ലിവറിന് ടോക്സിൻ ആകുന്ന മെഡിസിനുകൾ, പാരസെറ്റാമോളിന്റെ കണ്ടിന്യൂസ് യൂസ്, ഏത് അസുഖത്തിനും പാരസെറ്റാമോൾ കഴിക്കുവാണെങ്കിൽ ലിവർ ഡിസീസ് ഉണ്ടാവും. കാരണം ഒരു പനി വന്നു, ചുമ വന്നു, ജലദോഷം വന്നു, ക്ഷീണം വന്നു, മെൻസ്ട്രുവൽ ബ്ലീഡിങ് വന്നു, ഇതിനെല്ലാം പാരസെറ്റാമോൾ ഒരുപാട് ആശ്രയിക്കുന്ന ആളാണെങ്കിൽ ഹെപ്പാറ്റിക് ടോക്സിൻ മെഡിസിൻ ആണ് പാരസെറ്റാമോൾ. ലിവറിനെ ബാധിക്കും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ലിവറിനെ ബാധിക്കുന്ന കോസുകൾ. ഇനി ലിവറിനെ ബാധിക്കുമ്പോൾ ലിവറിനെ എന്തെങ്കിലും ഒരു കാര്യം അഫക്റ്റ് ചെയ്താൽ ലിവർ സിറോസിസ് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ ആണ് അടുത്ത പ്രശ്നം. കോംപ്ലിക്കേഷൻ, അതായത് ലിവറിന് ഒരു അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ ഉണ്ടാവും? ഒന്നാമത്തെ കാര്യം, നല്ലൊരു ശതമാനം ഫങ്ഷനിങ് ലിവറാണ് നടത്തുന്നത്. അപ്പം ലിവറിന് സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഡൈജഷനെ ബാധിക്കും. എങ്ങനെ ബാധിക്കുന്നത്? കാരണം ലിവറാണ് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇതിനെല്ലാം മെറ്റാബോളിസം ചെയ്യുന്നത്. അതുകൂടാതെ ഈ പോർട്ടൽ വെയിൻ ആണ് ലിവറിലേക്ക് സർക്കുലേഷൻ കൊടുക്കുന്ന വെയിന് പറയുന്നത്. എന്താ വെച്ചാൽ സപ്ലൈ ചെയ്തിട്ട് തിരിച്ചെടുക്കുന്നത്. ഈ പോർട്ടൽ വെയിൻ മെയിൻ ആയിട്ട് പോകുന്ന ഒരു സംഭവമുണ്ട്. ഒന്ന് ലിവറിലേക്ക് പോകും, രണ്ട് ഇവിടെ കൊണ്ട് സ്പ്ലെയിനിലേക്ക് പോകും, പിന്നെ ഇവിടുന്ന് ഡൈജഷനിലെ ചെറുകുടൽ, വൻകുടൽ മുതലായ കുടലുകളിലേക്കും പോകുന്നുണ്ട് ഈ പോർട്ടലിലേക്ക്. എന്നിട്ട് ഇത് ഇൻഫീരിയർ വീന കാവയിലേക്ക് ഒന്ന് നേരിട്ട് കണക്ട് ആവും ഈ പോർട്ടൽ വെയിൻ. അപ്പം ഫുഡിൽ നിന്ന്, ഡൈജസ്റ്റീവ് ഓർഗനുകളിൽ നിന്ന് എല്ലാ പ്രോട്ടീൻസും വൈറ്റമിൻസും വിറ്റമിൻസും എല്ലാം സ്വീകരിച്ച് ഈ വീനസ് ബ്ലഡ് ലിവറിലേക്കാണ് വരുന്നത്. അപ്പം ലിവറിൽ വന്ന് ഇത് സ്റ്റോർ ആകേണ്ടതൊക്കെ സ്റ്റോർ ആയിട്ടാണ് ബാക്കിയുള്ള സർക്കുലേഷനിലേക്ക് ബോഡിയുടെ ആവശ്യം അനുസരിച്ച് ഇത് പോകുന്നത്. അപ്പോൾ ലിവർ സ്റ്റോറിംഗ് ഫംഗ്ഷൻ ആണ്. ഇതിൽ നിന്ന് വരുന്ന മുഴുവൻ ഡൈജസ്റ്റീവ് പാർട്ടിക്കിൾസിനെയും ലിവറാണ് ചെയ്യുന്നത്. അപ്പൊ ഡൈജഷനെ ശരിക്കും അഫക്റ്റ് ചെയ്യും. മനസ്സിലായോ? അതുപോലെ ഡൈജഷനെ അഫക്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ മനസ്സിലായോ, ആള് തീർന്നു. കാരണം വേറെ എല്ലാം ബൈലുണ്ടാക്കുന്നത് ഇങ്ങനെ എല്ലാ പരിപാടിയും പുള്ളിയെ ചെയ്യുന്നത്, ലിവറാ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വേറെ നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഡൈജഷൻ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുമെന്ന് ഓർത്തിരിക്കുക. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, എങ്ങനെയാണ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത്? ലിവറിന് ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. അപ്പം ലിവറിന് എന്ത് പറ്റും? ലിവറിന്റെ സെല്ലെല്ലാം വലുതാവും. സെല്ലാകുമ്പോൾ ഇതിന്റെ ഇടവഴി ഇങ്ങനെ കയറി ഇങ്ങനെ പോകുന്ന ഒരു വെയിൻ ഉണ്ടെന്ന് വെച്ചു. ഈ വെയിനിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രഷർ വരും. പ്രഷർ വരുമ്പോൾ ഈ വെയിനിലൂടെയുള്ള സർക്കുലേഷൻ നേരത്തെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ടൈറ്റ് ആകുമ്പോൾ ഇതെല്ലാം വലിഞ്ഞു പോകും. കാരണം ഇവിടുന്ന് സെല്ലുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ വലിഞ്ഞു പോകും. അപ്പൊ 5 എന്ന് പറഞ്ഞ നോർമൽ MHgയിൽ പോയിക്കൊണ്ടിരുന്ന ഇതിന്റെ പ്രഷർ ഒരു 10 to 12 വരെ ഉണ്ടാവും. ഇതാണ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ. അപ്പൊ സാധാരണ എല്ലാ വെയിനിലും സംഭവിക്കുന്ന പോലെ ഈ വെയിനിലേക്ക് അധികമായിട്ട് പ്രഷർ ഇങ്ങോട്ടും ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ വെയിനിന്റെ വോൾസ് തിക്കാവും, തിന്നാവും. തിന്നായി കഴിഞ്ഞിട്ട് ഇതിലൂടെ ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടാവും. ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ ബ്ലഡ് അല്ല, ഫ്ലൂയിഡ്സ്. കാരണം ഇതിനകത്ത് ഓവറായിട്ട് കിടക്കുന്ന ഫ്ലൂയിഡ്സിനെയൊക്കെ
ഇത്രയും പ്രഷറിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പെർമിയബിലിറ്റി, ലിവറിന്റെ പെർമിയബിലിറ്റി കൂടുന്നതുകൊണ്ട് ഇങ്ങനെ സെക്രീറ്റ് ചെയ്ത് ഇത് സ്റ്റോർ ആവും. പതിയെ പതിയെ ലിവറിൽ നിന്ന് ഇറങ്ങി പെരിറ്റോണൽ ക്യാവിറ്റിയിലേക്ക് സ്റ്റോർ ആവും. അതാണ് അസൈറ്റിസ് എന്ന് പറയുന്നത്. അസൈറ്റിസ് പെരിറ്റോണൽ ക്യാവിറ്റിയിൽ സ്റ്റോർ ആയി, പെരിറ്റോണൽ ക്യാവിറ്റി മുഴുവൻ നിറഞ്ഞു. അപ്പം ഒരുപാട് ബ്ലഡ് ഇങ്ങനെ വന്ന്, അതാണ് ലിവർ ഡിസീസ് ഉള്ള ആളുടെ വയർ ഇങ്ങനെ വീർത്തിരിക്കുന്നത്. ഈ ക്യാവിറ്റി മുഴുവൻ ഈ ഓവർ പ്രഷർ കാരണം ഈ പോർട്ടൽ വെയിനിൽ നിന്ന് വന്ന ബ്ലഡ് എന്ന ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളാണ്. ഇതാണ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ. അപ്പം ഈ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, ഇവിടെ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന വേറൊരു സംഭവമുണ്ട്, സ്പ്ലെയിനിൽ നിന്നുള്ള സർക്കുലേഷൻ. സ്പ്ലെയിനിൽ നിന്നുള്ള വെയിൻ ഇതിലേക്ക് വന്നാണ് പോകുന്നത്. ഇവിടെ പ്രഷർ കൂടുമ്പോൾ സ്വാഭാവിക സ്പ്ലെയിനോ മെഗാലി ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് പ്രഷറാണ്, സ്പ്ലെയിൻ വീർത്തു പോകും. പിന്നെ ഇതിന്റെ മെയിൻ ഫങ്ഷനാണ്, കുറച്ച് ഫങ്ഷനുകൾ ബ്രേക്ക് ആവുന്നുണ്ട്. ഒന്ന്, ഇത് ബിലൂറുബിന്റെ പ്രൊഡക്ഷനെ ലിവർ സഹായിക്കുന്നു, സെക്രീറ്റ് ചെയ്യും. കാരണം ബിലൂറുബിൻ ബ്ലഡിന്റെ 120 ദിവസം കഴിയുമ്പോൾ ബ്ലഡ് ഹീമോലൈസിസ് ആയി ബ്ലഡിൽ നിന്ന് വരുന്ന ഹീമോഗ്ലോബിന്റെ സിന്തസിസ് കഴിഞ്ഞ് ബാലൻസ് വരുന്ന ബിലൂറുബിനെ ഫീക്കൽ മാറ്ററിലൂടെ പുറത്തേക്ക് തള്ളുന്നത് ലിവറാണ്. അപ്പം അത് പുറത്തേക്ക് തള്ളാത്തതുകൊണ്ട് ബോഡിയിലെ ബിലൂറുബിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടും. വേസ്റ്റ് മെറ്റീരിയലാണ്. അതുകൂടാതെ വേറെ ഒന്നുണ്ട്, അമോണിയ. നമ്മുടെ മെറ്റാബോളിസം നടക്കുന്ന പ്രോട്ടീൻ മെറ്റാബോളിസത്തിന്റെ വേസ്റ്റ് ആണ് അമോണിയ എന്ന് പറയുന്നത്. കാരണം അമോണിയനെ ബോഡിയിലൂടെ ഫീക്കൽ മാറ്ററിലൂടെ ത്രൂ ലിവറിലൂടെ ഫീക്കൽ മാറ്ററിലൂടെ ഫിൽറ്റർ ചെയ്ത് കളയുന്ന പരിപാടി എന്ന് പറയുന്നത് ഇതിന്റെയാണ്, ലിവറിന്റെയാണ്. അപ്പൊ അമോണിയ എക്സസ് ആയി നമ്മുടെ ബ്ലഡിൽ കൂടുമ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള അമോണിയ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡിലേക്കും പാസ് ചെയ്യും. ബ്രെയിനിലും പോകും. അപ്പൊ ബ്രെയിൻ ബ്ലഡിൽ ചെന്ന് ബ്രെയിനിൽ ഇത് അക്യുമുലേറ്റഡ് ആവും, അമോണിയ അക്യുമുലേറ്റഡ് ആവും. ബ്രെയിനിൽ അമോണിയ അക്യുമുലേറ്റഡ് ആവും. അമോണിയ അക്യുമുലേറ്റ് കഴിയുമ്പോൾ സെറിബ്രത്തിൽ ഇൻട്രാക്രീനിൽ പ്രഷർ കൂടും. ഇൻട്രാക്രീനിൽ പ്രഷർ കൂടുമ്പോൾ ഇൻട്രാക്രീനിൽ പ്രഷർ കാരണം എഡിമ ഉണ്ടാവും. എഡിമ ഉണ്ടായി ബ്രെയിനിലെ സെല്ലുകൾ ഡെത്ത് ആവും. അത് ആളിനെ മരണത്തിലേക്ക് നയിക്കും. ഇതാണ് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്ന് പറയുന്നത്. ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി. ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി അങ്ങനെയാണല്ലോ. അമോണിയയാണ് അതിനകത്തെ വില്ലൻ. അമോണിയയുടെ ഫിൽട്രേഷൻ ഇവിടെ നടക്കാത്തതാണ് അതിന് കാരണം. പിന്നെ ഡൈജസ്റ്റീവ് ഈസോഫാഗസ് വേരിസസ് ഉണ്ടാവും. ഈസോഫാഗൽ വേരിസസ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ സർക്കുലേഷൻ ബ്ലോക്ക് ആവുമ്പോൾ ഡൈജഷനിൽ നിന്ന് വരുന്ന ഈസോഫാഗസിൽ നിന്ന് വരുന്ന വെയിനും ഇവിടെയാണല്ലോ കറക്റ്റ്. അപ്പൊ ഇവിടെ പ്രഷർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈസോഫാഗസിലെ വെയിനും ഡിസ്റ്റൻഡ് ആവും. ഇങ്ങനെ ഡിസ്റ്റൻഡ് ആയി എന്തെങ്കിലും ഇത് പൊട്ടും. ഓവർ ഡിസ്റ്റൻഡ് ആയി പൊട്ടുന്നതിനാണ് ഈസോഫാഗസ് വേരിസസ് എന്ന് പറയുന്നത്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഫ്രഷ് ബ്ലഡ്, അതാണ് ലിവർ ഡിസീസ് ഉള്ളവരുടെ ഫ്രഷ് ബ്ലഡ് വൊമിറ്റ് ചെയ്യാറുണ്ട്. മെലിഞ്ഞ ടാറി ടൂളൊക്കെ ഇവർക്ക് ഉണ്ടാകാറുണ്ട്. കാരണം നിയോഡിനത്തിലൊക്കെ വരുന്ന ചില വെയിൻസുകൾ പൊട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ കട്ടികൂടി. കാരണം ഇവിടുത്തെ പ്രഷർ കാരണമാണ്, ഈ ടോട്ടൽ ഹൈപ്പർ ടെൻഷൻ ആണ് അതിന്റെ റീസൺ. മനസ്സിലായോ? പിന്നെ കൊയാഗുലേറ്റിംഗ് ഫാക്ടർ, ബ്ലീഡിങ് ഇവിടെ ഉണ്ടാകുക എന്ന് മാത്രമല്ല, കൊയാഗുലേഷൻ ഫാക്ടർ, ഫാക്ടർ 2, ഫാക്ടർ 7, ഫാക്ടർ 8, ഫാക്ടർ 10 ഇതിനെല്ലാം ഉണ്ടാക്കുന്നത് സിന്തസിസ് ചെയ്യുന്നത് ലിവറാണ്. അപ്പൊ ലിവറിന് ഈ പ്രശ്നം വരുമ്പോൾ ഈ കൊയാഗുലേഷൻ സംഭവങ്ങളെല്ലാം ബോഡിയിലെ ഡെഫിഷ്യന്റ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബ്ലഡിന്റെ കപ്പാസിറ്റി തിന്നായി പോകും, ഭയങ്കരമായിട്ട് കട്ടി കുറഞ്ഞു പോകുമ്പോൾ ബ്ലീഡിങ്ങിനുള്ള ചാൻസ് കൂടും. കാരണം ഇതെല്ലാം സിന്തസിസ് ചെയ്യുന്ന ലിവർ ആയിരുന്നു. ഇപ്പൊ ലിവർ ഫങ്ഷൻ ചെയ്യുന്നില്ല. മനസ്സിലായോ? പിന്നെ അടുത്തൊരു പ്രശ്നമാണ് ഹെപ്പാറ്റിക് റീനൽ ഡിസീസ്. ഇതായത് യൂറിനറി ട്രാക്ക്, ഈ ഫ്ലൂയിഡ് മുഴുവൻ അതിലെതിരെ എല്ലാം പോയി യൂറിനറി ട്രാക്കിലേക്ക്
കിഡ്നിയിലേക്ക് പോകാനായിട്ട് ബ്ലഡ് വളരെ കുറവാണ്, ഫിൽട്രേഷൻ അധികം കിട്ടുന്നില്ല. കാരണം ബ്ലഡ് മുഴുവൻ അതിലെതിരെ ബ്ലീഡിങ് ഇതൊക്കെ ആയിട്ട് പോവാം. അങ്ങനെ പോകുമ്പോൾ ഹെപ്പാറ്റിക് ഇത് കിഡ്നിക്ക് ആവശ്യത്തിന് ബ്ലഡ് കിട്ടാതെ വരുമ്പോൾ കിഡ്നി ഫെയിലിയർ ഉണ്ടാവും. കണ്ടോ, അത് അഫക്റ്റ് ചെയ്യുന്ന ഓരോ പാർട്സിനെയും ബ്രെയിനെ തൊട്ട് അഫക്റ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ്. താങ്ക് യു.